തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ നിന്നും കവളപ്പാറ സ്വദേശി ഉണ്ണികൃഷ്ണൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. 57-കാരനായ ഉണ്ണികൃഷ്ണൻ ഇത് രണ്ടാം തവണയാണ് വലിയൊരു വെടിക്കെട്ട് ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നത്. 40ഓളം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന മുണ്ടത്തിക്കോട്ടെ വെടിപ്പുരയിൽ നിന്നും ശുചിമുറിയിലേക്ക് പോയി തിരികെ വരുമ്പോഴാണ് ആദ്യത്തെ പൊട്ടൽ കേൾക്കുന്നത്. അപകടം മണത്ത ഉണ്ണികൃഷ്ണൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓട്ടത്തിനിടയിൽ തൊട്ടടുത്ത് പടക്കം വന്ന് വീണുപൊട്ടി നിലത്തു വീണെങ്കിലും മരണഭയത്തോടെ ഓടിയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ആ ഭീകരതയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും മോചിതനായിട്ടില്ല. മൊബൈലിലേക്ക് കോളുകൊണ്ട് മൊബൈൽ എടുത്തു. മൊബൈലിപ്പോൾ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഭാര്യ വിളിച്ചോന്ന് വന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വന്നു. അങ്ങനെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് വന്നിട്ട് വീണ്ടും പഠിക്കിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3:20 3:15 ബാത്റൂമിലേക്ക് പോകണം തോന്നി. അങ്ങനെ ബാത്റൂമിൽ പോയിട്ട് തിരിച്ച് വരുന്നുണ്ടാകും. തിരിച്ച് വരുമ്പോൾ അതിനകത്ത് എൻ്റെ പിന്നെ 5 പേരുണ്ടാകും, അതിലുണ്ടാകും. അപ്പോൾ ഫ്രണ്ടിലേക്ക് വീട് എത്തുന്ന സമയത്ത് ഒരു പൊട്ടൽ പൊട്ടിയാണ്. അവിടേക്ക് എത്തുമ്പോൾ ഒരു പൊട്ടൽ പൊട്ടുന്നു. അപ്പോൾ നേരെ തിരിച്ചോടി ബാക്കിലോട്ട് അങ്ങനെ പൊട്ടുന്നുണ്ട്. അപ്പം ഓടുമ്പോൾ ഓടിനകത്ത് കവറിനകത്ത് വീണു. കവറിനകത്ത് 2 സെക്കൻഡിനകത്ത് അവിടെ നിൽക്കാൻ പറ്റിയില്ല. പാർത്ത് കൂട്ടിയ കട്ടിയുടെ കാര്യത്തിൽ കട്ടിയാർന്ന് നീക്കാൻ പറ്റിയില്ല. പിന്നീട്ട് അത് നീച്ചിട്ടോടിയപ്പോൾ തൊട്ടാൽ പോണ ഇത് വീടുണ്ടാവും. വീടിൻ്റെ മുകളിൽ കണ്ടിട്ട് പൊട്ടുന്നുണ്ട്. പൊട്ടുന്ന കഴിച്ച് മരത്തിൻ്റെ കൊമ്പങ്ങനെ കടക്കി ചാടുന്നുണ്ട്. എന്നാണ് റോഡിലേക്ക് എത്തി. നല്ലൊരു വീട്ടിൽ കയറി അത് വെള്ളം കുടിച്ചു. പഴയ മുറ്റത്തൊക്കെ ചോദിച്ചു എടുത്ത് വന്നു. എന്തായാലും ഓട്ടോറിക്ഷ വിളിച്ച് പോയി. 15 വർഷം മുമ്പ് വാണിയംകുളം ത്രാങ്ങാലിയിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിലും ഉണ്ണികൃഷ്ണൻ സമാനമായ രീതിയിൽ രക്ഷപ്പെട്ടിരുന്നു. അന്ന് വൈകുന്നേരം പടക്ക നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ സ്വന്തം സഹോദരനടക്കം 12 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ആ ഓർമ്മകൾ വേദനയായി നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു ദുരന്തം കൂടി ഉണ്ണികൃഷ്ണനെ തേടിയെത്തിയത്. തനിക്ക് ലഭിച്ച പുനർജന്മത്തിന്റെ ആശ്വാസത്തേക്കാൾ വലിയ നോവാണ് ഈ പ്രായമായ തൊഴിലാളിയുടെ മനസ്സിൽ ഇപ്പോഴുള്ളത്. For a brilliant move, choose ഭവൻസ് വിദ്യാലയ ഒറ്റപ്പാലം. വിശ്വസിച്ചേൽപ്പിക്കാം വരും തലമുറയെ.